CMRL എക്സാലോജിക് ഇടപാടിൽ മൊഴികൾ പരിശോധിക്കാൻ ഇഡി. ഇതുവരെ പിണറായി വിജയന്റെ മകൾ വീണ ടി അടക്കം 7 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. SFIO കുറ്റപത്രത്തിലെ രേഖകൾ അടങ്ങിയ 26,000 പേജുകളും ഇഴകീറി പരിശോധിക്കും. ഈ പരിശോധനയ്ക്ക് ശേഷമാകും വീണ ടിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. വിവാദ ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിലേക്ക് ഇഡി ഉടൻ കടക്കുമെന്നാണ് വിവരം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇനി എന്താണ് ഇഡിയുടെ അടുത്ത നീക്കം വിഷ്ണു? ഈ അന്വേഷണം കുറച്ചും കൂടി ഒരു വൈഡർ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ ഇഡി തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ മൊഴികൾ ഇഴകീറി പരിശോധിക്കുന്നത്. ഇതുവരെ 7 പേരുടെ മൊഴിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 6 CMRL അധികൃതരുണ്ട്. ശശിധരൻ കർത്തയുടെ ഭാര്യ JS കർത്ത, മകൻ ശരണസ് കർത്ത, ഷിബി എസ് കർത്ത, ഒപ്പം ചീഫ് മാനേജർ തുടങ്ങിയ 2 പേരുണ്ട്. നിപുണ ഇന്റർനാഷണലിലെ ഒരാളുണ്ട്. അങ്ങനെ ഇത്രയും അധികം ആളുകളാണ് അവിടെ നിന്ന് മൊഴി എടുത്തിട്ടുള്ളത്. മറ്റൊന്ന് വീണ ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴികൾ പരസ്പരം താരതമ്യം ചെയ്ത് പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് ഇഡി കടക്കുന്നു. ഒപ്പം SFIO റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ അനുബന്ധ രേഖകൾ 134 രേഖകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. 26,000-ഓളം പേജ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 26,000 പേജിലെ വിവരങ്ങൾ അത് ഇഴകീറി പരിശോധിക്കാനുള്ള നീക്കത്തിലേക്കും ഇഡി കടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വീണയെ വിളിപ്പിക്കുക. അത്തരം സന്ദേശമാണ്. എപ്പോൾ വിളിച്ചാലും ഹാജരാകാനായിട്ട് വീണയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ ഇത്തവണ എപ്പോൾ വിളിച്ചാലും, ഇപ്പോൾ ഇന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ഹാജരാകാനായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഒരു വിവാദ ഡയറി ശശിധരൻ കർത്തയുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ആ ഡയറിയിൽ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം പേരുണ്ടായിരുന്നു. ഈ 192 കോടി രൂപയുടെ കള്ളക്കണക്ക് CMRL ഇൻകം ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി കാണിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അതിൽ നിന്ന് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള അന്വേഷണത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറച്ചുകൂടി വൈഡർ ആസ്പെക്റ്റിലേക്ക് കടക്കുന്നു. ഒപ്പം വീണയുടെ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ ഇപ്പോഴും ഇഡിക്ക് നിലനിൽക്കുകയാണ്. ഇന്നലെ 9 മണിക്കൂർ വീണയെ ചോദ്യം ചെയ്തിരുന്നു. അതിന് മുൻപും 9 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും വിളിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു. വളരെ ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ആദ്യഘട്ട കുറ്റപത്രം ഒരുപക്ഷെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കാനാകും എന്ന പ്രതീക്ഷയാണ് ഇഡി പങ്കുവെക്കുന്നത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.